ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ പൊരിക്കടല വെച്ചിട്ടാണ് ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. പൊരിക്കടല, പൊട്ടുകടല, ഇങ്ങനെ വിശേഷണങ്ങൾ ഇതിന് പറയും. അപ്പോൾ ഇത് പെരുന്നാൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഐറ്റമാണ്. ഇവിടെ കാസർഗോഡ് മെയിനായിട്ട് കാണുന്ന ഒരു ഐറ്റമാണ് പെരുന്നാളിന്. അതിന് ഞാൻ ഇവിടെ പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി പൊതിർത്തിയെടുത്ത് ഒരു 2 മണിക്കൂർ അങ്ങനെ പുതിർത്തിയെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് അരക്കാനിടുന്നുണ്ട്. പച്ചരിയും ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുട്ടയാണ്. അങ്ങനെ 2 മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വെരി സിമ്പിളാണ്, അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ഐറ്റമാണ്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തന്നെ കടലയാണ് ഇതിലേക്ക്. ബാക്കിയൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവുന്ന സാധനം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടല ഇത് കാസർഗോഡ് എല്ലാവരുടെയും വീട്ടിൽ മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കടല പൊരിച്ചത്. എന്നിട്ട് ഇതുപോലെ അരച്ചെടുക്കാം. ഇനിയൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ ഇതിന് കാര്യമായിട്ടുള്ള പണിന്ന് അരച്ചെടുക്കുന്നതാണ്. ഇനി ഇതിലേക്ക് കടലയിട്ട് അതുപോലെ പാൻ വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം ചൂടായപ്പോഴത്തേക്കും ഇതുപോലെ ഇട്ട് കൊടുക്കാം. മെയിനായിട്ട് ഇവിടെ ഞങ്ങൾ കാസർഗോഡ് പറയൽ കടലാച്ച എന്നാണ്. കടലാച്ച എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു കൂടുതൽ ഭംഗി. അപ്പോൾ ഇതുപോലെ പൊരിച്ചെടുക്കാം. ഇത് നല്ലോണം ക്രിസ്പി ആയിട്ടുണ്ടാവും നമുക്ക് ഈ ഒരു ഐറ്റം. ഇത് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. 1 മാസം വരെ ഒരു കേടും സംഭവിക്കില്ല ഇതിന്. ഇത് ചായക്കൊക്കെ കൂട്ടാൻ അടിപൊളിയാണ്. നമ്മളെ വീട്ടിൽ ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും എൻ്റെ അനിയനും ഏട്ടത്തിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ ആൾക്കും ഈ കടല പൊരിച്ചാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വെരി സിമ്പിളാണ്. ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. എല്ലാം മൊത്തമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ക്രിസ്പിയുമാണ്. തിന്നാനാണെങ്കിലും അതുപോലെ ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.